ഹായ് ഓൾ, നമ്മൾ ഇന്ന് റിസർച്ച് ഓഫീസർ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാമിലെ 2021 എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദി ഫോളോയിങ് 5-year പ്ലാൻ വിത്ത് ദെയർ ഒബ്ജക്റ്റീവ്സ്. 5-year പ്ലാൻസ് ഒബ്ജക്റ്റീവ്സുമായിട്ട് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ 4 5-year പ്ലാൻസ് തന്നിട്ടുണ്ട്. തേർഡ് 5-year പ്ലാനും, ഫോർത്ത് 5-year പ്ലാനും, ഫിഫ്ത്ത് 5-year പ്ലാനും, അതുപോലെ തന്നെ 9th 5-year പ്ലാനും ആണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. ആൻഡ് റെസ്പെക്റ്റീവ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് തന്നിട്ടുള്ളത് അറ്റൈൻമെന്റ് ഓഫ് സെൽഫ് റിലയൻസ്, ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി, മേക്ക് എ സെൽഫ് റിലയന്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കോണമി, ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഈക്വാലിറ്റി. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് 5-year പ്ലാനെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കണക്ട് ചെയ്യാനാണ്. ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് ഓപ്ഷൻ എയില് 1A, 2B, 3C and 4D. ഓപ്ഷൻ ബി 1C, 2B, 3A, 4D and option C 1D, 2C, 3A and 4B and option D 1B, 2D, 3A and 4 is C. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആയിട്ട്, അതായത് 1C ഫസ്റ്റ് 5-year പ്ലാനിന് നമുക്ക് 9th ഫസ്റ്റ് ഓപ്ഷന്, തേർഡ് 5-year പ്ലാനിന് നമുക്ക് സി ഓപ്ഷൻ ആയിട്ട് കണക്ട് ചെയ്യാം, മേക്ക് സെൽഫ് റിലയന്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കോണമി. അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷൻ ഫോർത്ത് 5-year പ്ലാനിനെ നമുക്ക് ബി ഓപ്ഷൻ ആയിട്ട് കണക്ട് ചെയ്യാം, ഗ്രോത്ത് വിത്ത് stability. And third one is fifth 5-year plan, and fifth 5-year plan can be connected with achievement of self reliance. And fourth 5-year plan, fourth one is 9th 5-year plan, അതിനെ നമുക്ക് ഓപ്ഷൻ ഡി ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻസ് തേർഡ് 5-year പ്ലാന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1961 to 1966 ആണ്. സോ അതിനെ മേജർ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് ടു മേക്ക് സെൽഫ് റിലയന്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കോണമി ആണ്. ആൻഡ് ഫോർത്ത് 5-year പ്ലാന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1969 to 1974 ആണ്. സോ ഫോർത്ത് 5-year പ്ലാന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആണ്. ഫിഫ്ത്ത് 5-year പ്ലാന്റെ ടൈം പീരീഡ് വരുന്നത് 1974 to 1979 ആണ്. മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അറ്റൈൻമെന്റ് ഓഫ് സെൽഫ് റിലയൻസ്. ലാസ്റ്റ് വൺ 9th 5-year പ്ലാൻ ടൈം പീരീഡ് വരുന്നത് 1997 to 2002. സോ 9th 5-year പ്ലാന്റെ ഒബ്ജക്റ്റീവ് വരുന്നത് ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഈക്വാലിറ്റി. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് വിത്ത് റിഗാർഡ് ടു ദി എയിംസ് ഓഫ് മെത്തനോൾ എക്കോണമി പ്രോഗ്രാം ഇനീഷ്യേറ്റഡ് ബൈ നീതി ആയോഗ് ആർ കറക്റ്റ്? സോ നീതി ആയോഗ് ഇനീഷ്യേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാം ആണ് ദ മെത്തനോൾ എക്കോണമി പ്രോഗ്രാം. സോ ഈ മെത്തനോൾ എക്കോണമി പ്രോഗ്രാമുമായിട്ട് കറക്റ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒബ്ജക്റ്റീവ്സ്, എയിംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ കൊടുത്തിട്ടുള്ള എയിംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ടു റെഡ്യൂസ് ഓയിൽ ഇമ്പോർട്ട് ബിൽസ്, ആൻഡ് സെക്കൻഡ് വൺ റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ആൻഡ് തേർഡ് വൺ കൺവേർട്ട് ഇന്ത്യൻ കോൾ റിസർവ്സ് ആൻഡ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഇൻ ടു മെത്തനോൾ, and the fourth one is create new jobs by setting up methanol plants. Okay, so ഇവിടെ കുറച്ച് എയിംസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് നീതി ആയോഗിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ളത് മെത്തനോൾ എക്കോണമി പ്രോഗ്രാമുമായിട്ട് കറക്റ്റ്ലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഓപ്ഷൻസ് ഈസ് ഓപ്ഷൻ എ ഓൺലി സ്റ്റേറ്റ്മെന്റ് 1, 2 and 3 are correct. ഓപ്ഷൻ ബി ഓൺലി സ്റ്റേറ്റ്മെന്റ്സ് 1, 3 and 4 are correct, and option C all of these statements are true, and option D Niti Aayog has not initiated the methanol economy program. Okay, so ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, all the statements are true. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഇവിടെ തന്നിട്ടുള്ള എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ റെഡ്യൂസ് ഓയിൽ ഇമ്പോർട്ട് ബിൽ, മെത്തനോൾ എക്കോണമി പ്രോഗ്രാമിന്റെ വൺ ഓഫ് ദി എയിം ആണ് ടു
reduce oil import bills. Okay, and second one is to reduce greenhouse gases, and third one, convert Indian coal reserves and municipal solid waste into methanol, and fourth one, create new jobs by setting up methanol plants. So ഈ 4 ഓപ്ഷൻസും മെത്തനോൾ എക്കോണമി പ്രോഗ്രാമുമായിട്ട് കൃത്യമായിട്ട് അതിന്റെ കറക്റ്റ് എയിംസ് ആയിട്ട് വരുന്നത് തന്നെയാണ്. ഓക്കെ, സോ മെത്തനോൾ എക്കോണമി പ്രോഗ്രാം മെത്തനോൾ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നീതി ആയോഗ് ഇനീഷ്യേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാം ആണ്. 2021 ഈ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ എയിംസ് ആയിട്ട് വരുന്നത് ടു റെഡ്യൂസ് ഓയിൽ ഇമ്പോർട്ട് ബിൽ, ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ആൻഡ് ടു കൺവേർട്ട് ഇന്ത്യൻ കോൾ റിസർവ്സ് ആൻഡ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഇൻ ടു മെത്തനോൾ, ആൻഡ് ഫോർത്ത് വൺ, ടു ക്രിയേറ്റ് ന്യൂ ജോബ്സ് regarding to the methanol production and distribution. Okay, so ഇവിടെ correct answer ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. all of these statements are true. അടുത്ത ക്വസ്റ്റ്യൻ നീതി ആയോഗുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. among the following who is not a member of governing council of നീതി ആയോഗ്? നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ മെമ്പർ അല്ലാത്തത് ഇതിൽ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, President Government of India, option B, Prime Minister Government of India, and option C, ex officio members Niti Ayog, and option D, Chief Minister Government of Kerala. Okay, so ഇതിൽ ആരാണ് നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലർ മെമ്പർ അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസിഡന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ പ്രസിഡന്റ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ഗവേണിംഗ് കൗൺസിൽ ഓഫ് നീതി ആയോഗ്. സോ നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലറിന്റെ മറ്റ് മെമ്പേഴ്സ് ആരൊക്കെയാന്ന് നോക്കാം. സോ ഗവേണിംഗ് കൗൺസിൽ ഓഫ് നീതി ആയോഗ് ഇൻക്ലൂഡ്സ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആസ് ചെയർപേഴ്സൺ. സോ നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ ആയിട്ട് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഓൾസോ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് വിത്ത് ലെജിസ്ലേച്ചേഴ്സ് ആൻഡ് lieutenant governors of other union territories, ex officio members of union ministers, and also special invitees. Okay, so ഇത്രയാണ് നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ആൻഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ഗവേണിംഗ് കൗൺസിൽ ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലിന് പ്രസിഡന്റ് ഒരു മെമ്പർ ആയിട്ടില്ല. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, which of the following are no true about recommendations made by 15th Finance Commission? So 15th Finance Commissionന്റെ recommendations അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, the share of states in shareable amount of taxes is increased from 41% to 45%. And second statement, all states must constitute a state finance commission SFC on or before March 2024. And third one is, professional tax levied by local governments may be kept unchanged for next 5 years. Last statement പറയുന്നത്, the size of grant to the local government can be 20% of the state's share. Okay, so ഇവിടെ 4 statements തന്നിട്ടുണ്ട്. So 15th Finance Commissionന്റെ റെക്കമെൻഡേഷൻസിൽ വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് 1 and 2 and 3 are true. Statement 2 and 4 are true. And option C, only statement 2 is true. And option D, all statements are false. Okay, so ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. സ്റ്റേറ്റ്മെന്റ് 2 മാത്രമേ ട്രൂ ആയിട്ടുള്ളൂ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ 1 നോക്കാം. സോ ഓപ്ഷൻ 2 മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. ഓപ്ഷൻ 1 റോങ് ആണ്. ബിക്കോസ് ഓപ്ഷൻ 1 പറഞ്ഞിട്ടുള്ളത് the share of states in the shareable amount of taxes is increased from 41% to 45% എന്നാണ്. പക്ഷേ ആക്ച്വലി 14th ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ വാസ് 42% ആയിരുന്നു. ദെൻ 15th ഫിനാൻസ് കമ്മീഷൻ ആയപ്പോൾ ഇറ്റ് വാസ് ഡിക്രീസ്ഡ് ടു 41%.
സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അതുപോലെ തന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. The professional tax levied by local governments may be kept unchanged for next 5 years. So ഇത് ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ 15th ഫിനാൻസ് കമ്മീഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല. ആൻഡ് ഓൾസോ ഫോർത്ത് വണ്ണും റോങ് ആണ്. ഓക്കെ, the size of grant to local government can be 20% of the state share എന്നുള്ള ഒരു റെക്കമെൻഡേഷനും 15th ഫിനാൻസ് കമ്മീഷൻ റിലേറ്റഡ് അല്ല. ഓക്കെ, സോ ഇവിടെ ഓൺലി റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ 2 മാത്രമാണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 മാത്രമാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റ്സും റോങ് ആണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദി ഫസ്റ്റ് സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ ഓഫ് കേരള വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ ഓപ്ഷൻ എ 23rd April 1994 and option B 23rd April 2004 and option C 1st April 1995 and option D 1st April 2005. Okay, so first state finance commission of Kerala constituted the year and date ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 23rd April 1994 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദി ഫസ്റ്റ് സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ ഓഫ് കേരള കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് 23rd April 1994 ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ SPV ഫോർ ഇംപ്ലിമെന്റിംഗ് ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് മേജർ പ്രോജക്ട് ഇൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഈസ് ഓപ്ഷൻ എ ഇൻവെസ്റ്റ് കേരള, ഓപ്ഷൻ ബി Kerala Development Limited and option C Ardhram Kerala and option D Impact Kerala. So ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു SPV ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇമ്പാക്ട് കേരളയാണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇമ്പാക്ട് കേരളയാണ് ലോക്കൽ ബോഡീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, എസ്പെഷ്യലി സാനിറ്റൈസേഷൻ പോലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പോലത്തെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇമ്പാക്ട് കേരള എന്ന് പറയുന്നത്. സോ ഇമ്പാക്ട് കേരളയാണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് മേജർ പ്രോജക്ട് ഇൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് among is not a part of the document submitted to the parliament along with budget speech by the finance minister. Okay, so budget speech ന്റെ കൂടെ സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് അല്ലാത്തത് ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Okay, so which among is not a part of document submitted to the parliament along with budget speech by the finance minister. Finance minister budget speech ന്റെ കൂടെ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകം ഫ്രം ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് ഓപ്ഷൻ ബി ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് AFS and option C output outcome monitoring framework and option D demands for grants. Okay, സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകം ഫ്രം ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകം ഫ്രം ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് the document submitted to the parliament along with budget speech by the finance minister. Okay, so answer is option A. Okay, അടുത്ത question. The scheme associated with providing record of rights to the property owners in rural area by Government of India is option A Mission Karmayogi, option B Swamitwa scheme and option C Sahakar Mitra scheme and option D Stand Up India scheme. Okay, so ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്
the scheme associated with providing record of rights to property owners in rural area. റൂറൽ ഏരിയയിലെ പ്രോപ്പർട്ടി ഓണർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീം ഇതിൽ ഏതാണ് എന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. സ്വമിത്വ സ്കീമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഈ സ്വമിത്വ സ്കീം എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സർവേ ഓഫ് വില്ലേജസ് ആൻഡ് മാപ്പിംഗ് വിത്ത് ഇംപ്രവൈസ്ഡ് ടെക്നോളജി ഇൻ വില്ലേജ് ഏരിയാസ് ആണ് സ്വമിത്വ സ്കീമിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് 2020 ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാം ആണ്. സോ ഇവിടെ അൺഓതറൈസ്ഡ് ലാൻഡ്സിനൊക്കെ ലാൻഡ് ഓണർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഈ സ്വമിത്വ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് പ്രോപ്പർട്ടി ഓണേഴ്സ് ഇൻ റൂറൽ ഏരിയാസ് വിത്ത് എ റെക്കോർഡ് ഓഫ് റൈറ്റ്സ് ഓർ ആൻ ആദ്യക പത്രം ടു റെഡ്യൂസ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് പ്രൊവൈഡ് ക്ലാരിറ്റി ഓൺ ലാൻഡ് ഓണർഷിപ്പ്. സോ ലാൻഡ് ഓണർഷിപ്പ് അൺഓതറൈസ്ഡ് ലാൻഡ്സിന്റെ ലാൻഡ് ഓണർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോൺ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇംപ്രവൈസ്ഡ് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്കീമാണ് ഈ സ്വമിത്വ സ്കീം എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി സ്വമിത്വ സ്കീമാണ്. ഓപ്ഷൻ ബി സ്വമിത്വ സ്കീം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നാഷണൽ ഇൻകം കാൽക്കുലേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. So the first scientific attempt to measure national income of India in 1931 was made by option A, Bhatia and Joshi, option B, V.K. R.V. Rao, and option C, Dadabhai Naoroji, and option D, Shah and Kambata. Okay, so ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ആദ്യമായി സയന്റിഫിക്കലി നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തത് ആരാണ്? ആൻഡ് 1931 ഈ ഒരു എസ്റ്റിമേഷൻ നടന്നിട്ടുള്ളത്. അത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. V.K. R.V. റാവു ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 1931-32 ഫൈനാൻഷ്യൽ ഇയറിലെ നാഷണൽ ഇൻകം ആണ് അദ്ദേഹം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്ത്യയിൽ ആദ്യമായി നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് ദാദാഭായ് നവറോജി ആണ് ഫോർ ദി ഇയർ ഓഫ് 1867-68. ആൻഡ് സയന്റിഫിക്കലി നാഷണൽ ഇൻകം ആദ്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തത് ഓപ്ഷൻ ബി V.K. R.V. റാവു. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, among the following which are the schemes that are networked to provide bare necessities to a household by government of India? Okay, so households in bare necessities, basic necessities provide ചെയ്യാൻ എയിം ചെയ്യുന്ന ഒരു സ്കീം ഇതിൽ ഏതാണ്? സ്കീംസ് ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് സ്വച്ഛ് ഭാരത് മിഷൻ, അടൽ പെൻഷൻ യോജന, ജൽ ജീവൻ മിഷൻ, സൗഭാഗ്യ യോജന, ഇങ്ങനെ 4 സ്കീമാണ്. ആൻഡ് ഓപ്ഷൻ ബിയിലുള്ളത് സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി വായ വന്ദന യോജന, ആൻഡ് ഓൾസോ പ്രധാനമന്ത്രി മുദ്ര യോജന ആൻഡ് സൗഭാഗ്യ യോജന. ഓപ്ഷൻ സി സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ആവാസ് യോജന, ജൽ ജീവൻ മിഷൻ ആൻഡ് സൗഭാഗ്യ യോജന. ഓക്കെ, സോ ആൻഡ് ഓപ്ഷൻ ഡി വരുന്നത് സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ആവാസ് യോജന, ജൻ സുരക്ഷാ യോജന ആൻഡ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. ഓക്കെ, സോ ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഹൗസ് ഹോൾഡ്സിന് ബേസിക് നെസസിറ്റീസ് ആയിട്ടുള്ള ലൈക്ക് സാനിറ്റേഷൻ, ക്ലോത്തിങ് പോലത്തെ കാര്യങ്ങളൊക്കെ ബേസിക് നെസസിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എയിം ചെയ്യുന്ന സ്കീംസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സിക്ക് അകത്ത് വരുന്നത് സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ആവാസ് യോജന, ജൽ ജീവൻ മിഷൻ ആൻഡ് സൗഭാഗ്യ യോജന. ഓക്കെ, സോ ഈ 4 സ്കീംസും ഹൗസ് ഹോൾഡ്സിന് ബേസിക് നെസസിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എയിം ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ്, സ്കീംസ് ആണ്. ഓക്കെ, സോ ഇവിടെ ഓരോ സ്കീംസ് എന്താന്ന് നോക്കാം നമുക്ക് ജസ്റ്റ്. സോ ഫസ്റ്റ് വൺ സ്വച്ഛ് ഭാരത് മിഷൻ. സ്വച്ഛ് ഭാരത് മിഷൻ ഈസ് എയിം ടു സാനിറ്റേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എയിം ചെയ്യുന്ന ഒരു സ്കീമാണ് സ്വച്ഛ് ഭാരത് മിഷൻ. ആൻഡ് പ്രധാനമന്ത്രി ആവാസ് യോജന
aimed for affordable housing provide ചെയ്യാൻ വേണ്ടിയിട്ടും ആൻഡ് ജൽ ജീവൻ മിഷൻ ടാപ്പ് വാട്ടർ ടു എവറി റൂറൽ ഹൗസ് ഹോൾഡ് ആണ് എയിം ചെയ്യുന്നത്. ആൻഡ് സൗഭാഗ്യ യോജന ഇലക്ട്രിസിറ്റി കണക്ഷൻ ടു ഓൾ ഹൗസ് ഹോൾഡ്സ് ആണ് എയിം ചെയ്യുന്നത്. ഓക്കെ, സോ ഇതെല്ലാം ഹൗസ് ഹോൾഡ്സിന് ബേസിക് നെസസിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്കീംസ് ആണ്. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ആവാസ് യോജന, ജൽ ജീവൻ മിഷൻ ആൻഡ് സൗഭാഗ്യ യോജന. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Assume that a country produces only bread and it produced 2000 units of bread for the year 2010 and at a price of rupees 25 per bread. In 2011, the total amount of bread is produced increased to 2200 and the price was rupees 30 per bread. Taking 2010 as base year, what is the GDP deflator in percentage terms? Okay, so the question GDP deflator value find ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ ഒരു കൺട്രിയിൽ, ഒരു രാജ്യത്ത് ഓൺലി പ്രൊഡ്യൂസസ് ബ്രെഡ് എന്ന ഒരു പ്രൊഡക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ആൻഡ് അവര് 2010 2000 യൂണിറ്റ്സ് ബ്രെഡ് ആണ് ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു രാജ്യത്ത് ആകെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രെഡ് മാത്രമാണ്. 2000 യൂണിറ്റ്സ് ആണ് ആ രാജ്യത്ത് ആ ഒരു വർഷം നടന്നിട്ടുള്ള ആകെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു പ്രൊഡക്ഷന്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ₹25 ആണ്. ഓക്കെ, ദെൻ 2011 ആയപ്പോ ഈ ഒരു ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ടു 2200 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ആൻഡ് പ്രൈസ് ഓൾസോ ഇൻക്രീസ് ടു ₹30. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യനിൽ 2010 ബേസ് ഇയർ ആയിട്ട് എടുത്തിട്ട് GDP ഡിഫ്ലേറ്റർ ഫൈൻഡ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വന്നിട്ടുള്ളത് ഓപ്ഷൻ എ 20%, ഓപ്ഷൻ ബി 18% ആൻഡ് ഓപ്ഷൻ സി 100% ആൻഡ് ഓപ്ഷൻ ഡി 120%. ഓക്കെ, സോ GDP ഡിഫ്ലേറ്റർ ആണ് നമുക്ക് ഫൗണ്ട് ചെയ്യേണ്ടത്. സോ GDP ഡിഫ്ലേറ്റർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത് നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100. ഓക്കെ, സോ നോമിനൽ GDP എന്ന് വെച്ചാൽ GDP അറ്റ് കറന്റ് മാർക്കറ്റ് പ്രൈസസിനെയാണ് നമ്മൾ നോമിനൽ GDP എന്ന് പറയുന്നത്. ഓക്കെ, GDP അറ്റ് ബേസ് ഇയർ പ്രൈസസ് ആണ് റിയൽ GDP എന്ന് പറയുന്നത്. ഓക്കെ, GDP അറ്റ് കറന്റ് പ്രൈസസിനെയാണ് നമ്മൾ നോമിനൽ GDP എന്ന് പറയുന്നത്. GDP അറ്റ് ബേസ് ഇയർ പ്രൈസിനെയാണ് നമ്മൾ റിയൽ GDP എന്ന് പറയുന്നത്. സോ GDP ഡിഫ്ലേറ്റർ കാണാൻ നമുക്ക് നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100 ചെയ്താൽ മതി. സോ നമുക്ക് ഫസ്റ്റ് നോമിനൽ GDP വാല്യൂ എത്രയെന്ന് നോക്കാം. സോ നോമിനൽ GDP ഓഫ് 2011 GDP ഡിഫ്ലേറ്റർ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നോമിനൽ GDP ഓഫ് 2011 എന്ന് പറയുന്നത് 2011 ടോട്ടൽ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്. ഓക്കെ, GDP എന്ന് വെച്ചാൽ ഒരു വർഷം ഒരു എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള സാധനങ്ങളുടെ സേവനങ്ങളുടെയും മോണിറ്ററി വാല്യൂ ആണല്ലോ GDP. സോ ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻറ്റു പ്രൈസ് ചെയ്താൽ നമുക്ക് ആ ഒരു ടോട്ടൽ മോണിറ്ററി വാല്യൂ ഫൈൻഡ് ചെയ്യാം. സോ രാജ്യത്ത് ആകെ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത് 2011 2200 ആണ്. സോ അതേ ഇൻറ്റു പ്രൈസ് 30 ചെയ്യുമ്പോൾ നമുക്ക് നോമിനൽ GDP ആയിട്ട് 66,000 കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് റിയൽ GDP കാണാം. GDP അറ്റ് ബേസ് ഇയർ പ്രൈസസ് ആണ് റിയൽ GDP. അപ്പൊ 2011 റിയൽ GDP എമൗണ്ട് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് 2011 നടന്ന പ്രൊഡക്ഷൻ ഇൻറ്റു പ്രൈസ് ഓഫ് 2010 ആണ് ബേസ് ഇയർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ബേസ് ഇയർ പ്രൈസിനെ നമ്മൾ റിയൽ GDP കാണണമെങ്കിൽ ബേസ് ഇയർ പ്രൈസിനെ ഇട്ട് നമ്മൾക്ക് ആ ഒരു ടോട്ടൽ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത് ക്വാണ്ടിറ്റി 2011 എന്ന് പറയുന്നത് 2200 ആണ്. ആൻഡ് പ്രൈസ് ഓഫ് 2010 ബേസ് ഇയർ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ബേസ് ഇയർ പ്രൈസ് ഇവിടെ തന്നിട്ടുണ്ട് ₹25 എന്ന്. ഓക്കെ, ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് 55,000 ആണ്. ഓക്കെ, സോ ഇനി GDP ഡിഫ്ലേറ്റർ കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP, ദാറ്റ് ഈസ് 66,000 ഡിവൈഡഡ് ബൈ 55,000 ഇൻറ്റു 100. സോ നമുക്ക് 120% എന്ന് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ഡി 120% ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി 120% ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ,
സോ അടുത്ത ക്വസ്റ്റ്യൻ നാഷണൽ ഇൻകം അഗ്രഗേറ്റ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്? ഇതിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് NNPFC is equal to GDP MP minus depreciation plus net factor income from abroad minus indirect taxes plus subsidies. Okay. Option B തന്നിട്ടുള്ളത് NDP MP is equal to NNPFC minus net income from abroad plus indirect tax minus subsidies. And option C NDPFC is equal to GNPFC minus depreciation plus net income from abroad plus indirect taxes plus subsidies. And option D GDP MP is equal to NNP MP minus net income from abroad plus depreciation. Okay. So ഇവിടെ 4 ഫോർമുലാസ് വന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇതിൽ റോങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോറി, ഓപ്ഷൻ സി ആണ് ഇതിൽ റോങ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ. സോ ഈ ഓപ്ഷൻ സിയിൽ തന്നിട്ടുള്ളത് എങ്ങനെയാണ്? NDPFC is equal to GNPFC minus depreciation plus net income from abroad minus indirect tax plus subsidies. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത് കറക്റ്റ് ഇല്ല. ബിക്കോസ് ആക്ച്വലി NDPFC എങ്ങനെയാണ് കാണുന്നത്? NDPFC is equal to GNPFC minus depreciation. ഓക്കെ. GNPFC നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് NNPFC കിട്ടും. ദെൻ ഈ NNPFC നിന്നും നെറ്റ് ഇൻകം ഫ്രം അബ്രോഡ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? NDPFC കിട്ടും. ഓക്കെ. സോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത്. സോ ഇവിടെ തന്നിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ. ബാക്കിയുള്ള ഫോർമുലാസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് NNPFC is equal to GDP MP minus depreciation plus net income from abroad minus indirect taxes plus subsidies. ഓക്കെ. സോ ഇത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഓപ്ഷൻ ബിയും NDP MP is equal to NNPFC minus net income from abroad plus indirect taxes minus subsidies. ഇതും കറക്റ്റ് ആണ്. ആൻഡ് ഓപ്ഷൻ ഡി GDP MP is equal to NNP MP minus net income from abroad plus depreciation. സോ ഈ 3 ഓപ്ഷൻസും കറക്റ്റ് ആണ്. ഇതിൽ റോങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ. സോ ഓപ്ഷൻ സിന്റെ കറക്റ്റ് ഫോം എന്ന് പറയുന്നത് NDPFC is equal to GNPFC minus depreciation. GNPFC നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രോസ് വാല്യൂ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ആകുമ്പോൾ അത് നെറ്റ് വാല്യൂ ആയിട്ട് മാറും. അപ്പൊ ഇത് NNPFC ആയി മാറും. ഈ NNPFC നിന്നും നമ്മൾ ജസ്റ്റ് NFIA നെറ്റ് ഇൻകം ഫ്രം അബ്രോഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ NDP ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ. സോ കറക്റ്റ് ഫോർമുല എന്ന് പറയുന്നത് ഇവിടെയാണ്, ഇവിടെ തന്നിട്ടുള്ളതാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്പർ ഓഫ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് അണ്ടർ ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഗവൺമെന്റ് ഓഫ് കേരള ഫോർ ദി ഇയർ 2019-20 ആണ്. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഗവൺമെന്റ് ഓഫ് കേരളയിൽ 2019-20 പീരീഡിലുള്ള പബ്ലിക് സെക്ടർ യൂണിറ്റ്സിന്റെ നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ആയിട്ട് തന്നിട്ടുള്ളത് ഓപ്ഷൻ എ 32 ആണ്. ഓപ്ഷൻ ബി 42, ഓപ്ഷൻ സി 52 ആൻഡ് ഓപ്ഷൻ ഡി 62. ഓക്കെ. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 42 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഓപ്ഷൻ ബി 42 ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. നമ്പർ ഓഫ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് Industries and Commerce Government of Kerala for the year 2019-20 are option B 42. Okay. അടുത്ത question. As per the population census of 2011, among the following district which has the lower literacy rate than overall literacy rate of the state of Kerala? Okay. So ഇവിടെ ഇത് തന്നിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റിനാണ് ലോവർ ലിറ്ററസി റേറ്റ് ഉള്ളത്? ആസ് പെർ ദി പോപ്പുലേഷൻ സെൻസസ് ഓഫ് 2011 പോപ്പുലേഷൻ സെൻസസ് പ്രകാരം ഇതിൽ ഏത് സ്റ്റേറ്റിനാണ് ഏറ്റവും ലോവർ ലിറ്ററസി റേറ്റ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് ഓപ്ഷൻ എ തിരുവനന്തപുരം ആൻഡ് ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി കോഴിക്കോട് ആൻഡ് ഓപ്ഷൻ ഡി ആലപ്പുഴ.
ഓക്കെ, ഈ 4 ഡിസ്ട്രിക്റ്റിൽ ഏതിനാണ് ഏറ്റവും കുറവ് ലിറ്ററസി റേറ്റ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. തിരുവനന്തപുരം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഡിസ്ട്രിക്ട്സിന്റെ ലിറ്ററസി റേറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. സോ തിരുവനന്തപുരത്തിന്റെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 92.66% ആണ്. കണ്ണൂരിൻ്റെത് 95.41% ആണ്. ആൻഡ് കോഴിക്കോടിൻ്റെത് 95.24% ആണ്. ആലപ്പുഴ 96.26% ആണ്. സോ ഇതിൽ ഏറ്റവും ലീസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ളത് തിരുവനന്തപുരത്തിനാണ്, 92.66%. ഓക്കെ, 92.66% ആണ് തിരുവനന്തപുരത്തിന്റെ ലിറ്ററസി റേറ്റ് വരുന്നത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. തിരുവനന്തപുരമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ താങ്ക് യു.